ബിഗ് ബോസ് സീസൺ 6 സാറ്റർഡേ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സാറ്റർഡേ എപ്പിസോഡ് ആരും കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇനി അത് കഷ്ടപ്പെട്ട് കണ്ടതിൻ്റെ സമയം കളയണ്ട. നല്ല ലാഗുണ്ട്, ഒരു തിക്കുണ്ട് തീറുണ്ട് തീ ടൈപ്പ് എപ്പിസോഡായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ 2 തവണ, ക്ഷീണം കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ 2 തവണ ഉറങ്ങിപ്പോയിട്ട് റിവൈൻഡ് അടിച്ച് കളഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇവരുടെ എപ്പിസോഡുകളിൽ അത്യാവശ്യം നല്ല കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്കത് കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു നല്ലൊരു പാക്കാക്കി എടുക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അവിടെ ഇവിടെയൊക്കെ വൺ ലാഗ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് എഡിറ്റ് ചെയ്ത് ഇവർ പുറത്തു വിടുന്നത്. ഇപ്പോൾ ഒരു ടാസ്ക് ഒക്കെ അതിൽ കൊടുക്കുന്ന കാര്യം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ ഉള്ള സംഭവമൊക്കെ നല്ല ലാഗായിരുന്നു. ഒരുമാതിരി LKG പിള്ളേർക്ക് ക്യുസ് കൊടുക്കുന്ന പോലത്തെ ഒരു ഗെയിമൊക്കെ ഇറക്കിയിട്ട് നല്ല ബോറടിപ്പിച്ചുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ വെൽ പാക്ഡായിട്ടൊരു എപ്പിസോഡ് ഇറക്കാം. ഇത്രയും എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാണുന്ന പ്രേക്ഷകരെ എല്ലാവരും ഇരുത്തി ഉറക്കുക എന്നുള്ളതാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പോൾ അതെന്തായാലും വിചാരിച്ചിട്ടുണ്ട്. എപ്പിസോഡ് കണ്ടിരുന്ന ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. കാരണം അത്ര നല്ല ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ കണ്ടന്റ് ഉണ്ടായിരുന്നു വെച്ചാൽ അത്യാവശ്യം നല്ല കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. എവിക്ഷൻ തന്നെയാണ് ഏറ്റവും വലിയ കണ്ടന്റ്. അത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി. ഇപ്പോൾ എല്ലാ കാര്യം എപ്പിസോഡ് വരുന്നതിന് മുന്നേ നമ്മളെല്ലാം അറിയുന്ന പോലെ തന്നെ എപ്പിസോഡ് വരുന്നതിന് മുന്നേ നമുക്കറിയാം അപ്സര എവിക്റ്റ് ആയിരുന്നു. നമ്മളെക്കാൾ ഒരുപാട് മുന്നേ കഴിഞ്ഞ ആഴ്ച തന്നെ പ്രവചിച്ച ഒരാളുണ്ടായിരുന്നു, ആൽബിച്ചേട്ടൻ. അപ്പോൾ ആൽബിച്ചേട്ടൻ അപ്സരയുടെ ഹസ്ബൻഡ്, പുള്ളി പ്രവചിച്ച് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇട്ട പോലെ തന്നെ എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. അപ്സര പോയിട്ടുണ്ട്. അപ്പോൾ അപ്സരയുടെ എവിക്ഷനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്സരയുടെ വിക്ഷൻ സത്യം പറഞ്ഞാൽ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് അതൊരു വലിയ അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. അപ്സരയൊക്കെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്സരയൊക്കെ വിക്റ്റായി പോകുന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഹൗസിലുള്ള ആളുകൾക്ക് അതൊരു വൻ അടിയായിപ്പോയി. കാരണം ഈ അപ്സര അടക്കം പോകുന്നത് ഫുൾ കോൺഫിഡൻസിലാണ്. അതായത് എവിക്ഷൻ്റെ ടാസ്കിലൊക്കെ പോകുന്നത് ഫുൾ കോൺഫിഡൻസിലാണ് അപ്സരയൊക്കെ പോകുന്നത്. കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുന്നത്. കാരണം അപ്സരക്കൊക്കെ ഒരു കോൺഫിഡൻസ്, അവരൊക്കെ എല്ലാവരും കൂടി ഹൗസിലുള്ളവരെല്ലാവരും കൂടി ഫൈനൽ 5 പ്രതിഷ്ഠിച്ച് വെച്ചേക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അപ്സര. അപ്പോൾ അപ്സരയൊക്കെ ഭയങ്കര കൂളായിട്ടാണ് അതിൻ്റെ അകത്ത് പോയിരുന്നത്. അപ്സര വിറ്റായപ്പോൾ അപ്സര ആദ്യം തന്നെ അപ്സരയുടെ കിളി പോയി. അത് കഴിഞ്ഞ് ഹൗസിലുള്ള കംപ്ലീറ്റ് ആളുകളുടെയും കിളി പോയി. കാരണം എന്താണ്, അപ്സര ഫൈനൽ 5 ഇരിക്കുന്ന ഒരാൾ, ഇവരെല്ലാവരും കൂടി ഫൈനൽ 5 വിടാനിരിക്കുന്ന ഒരാൾ വിറ്റായി പോയി. 76ാമത്തെ ദിവസം എവിക്റ്റായി പോയി എന്ന് പറയുമ്പോൾ അവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും, അതായത് ഇതുവരെ കളിച്ചതൊക്കെ ഒന്നുമല്ല കളി. അപ്പോൾ ഇവരെല്ലാവരുടെ വിധികൾ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല ഓരോരുത്തരെ പറ്റി. ആ ജഡ്ജ്മെൻറ്റ് എല്ലാം തെറ്റാണെന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ അൻസുബ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അൻസുബയും കൂടി പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ട്വിസ്റ്റ് ആവും. പിന്നെ അൻസിബ പോകുന്നത് ഇവർ ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്ത ആളുകൾ ഹൗസിൻ്റെ അകത്തുണ്ട്. കാരണം അൻസിബ ഇനാക്റ്റീവായിട്ടിരിക്കുന്നത്, അൻസിബക്ക് പോയാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡിലിരിക്കുന്ന ഒരാളായതുകൊണ്ട് അൻസിബ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു പകുതി പേർക്ക് വലിയ ഒരു അത്ഭുതം ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. കാരണം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഹൗസിൽ. ഇപ്പോൾ സിജു ആയാലും സായി ആയാലും ഇവരെല്ലാവരും പറയുന്നുണ്ട് അൻസിബ വീക്കോ എന്ന്. കാരണം അൻസിബക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാൻ താല്പര്യമില്ല. അൻസിബ അതിൻ്റെ അകത്തൊരു ഗെയിമറായിട്ട് അതിൻ്റെ അകത്ത് പിരിക്കുന്നില്ല. അൻസിബയുടേതായ കുറച്ച് നിലപാടുകൾ അതിൻ്റെ ഒരു ബേസിൽ മാത്രം അൻസിബ അതിൻ്റെ അകത്ത് ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അൻസിബ ഒരു ഗെയിമറായിട്ട് ഇറങ്ങിയിട്ടില്ല. അൻസിബ പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ ഇറക്കാൻ അൻസിബ അടിപൊളിയാണ്. കാരണം ഈ പറയുന്ന നോറ ആയാലും ജാസ്മിൻ ആയാലും ഇവർക്കെതിരെയൊക്കെ ഒരു ഭയം വരുത്തി മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ അൻസിബ തന്നെയാണ്. കാരണം അൻസിബ ഒരുപാട് ഡയലോഗൊന്നും അടിക്കില്ല. ഞാൻ എൻ്റെ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞു, അൻസിബ ഒരുപാട് ഡയലോഗുകളൊന്നും അടിക്കില്ല. അൻസിബ 1-2 ഡയലോഗ് അടിക്കില്ല. ആ അടിക്കുന്ന ഡയലോഗ് നല്ല കനത്തിലായിക്കോളൂ. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മുടെ നോറയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നോറ കാണിച്ചുകൊണ്ടിരുന്ന കോമാളിത്തരങ്ങൾ, അതായത് സ്വന്തം വീട്ടുകാരെ വരെ ഒരു ഇറക്കി വിക്ടിം കാർഡാക്കി അതിൻ്റെ അകത്ത് ഗെയിം ഇറക്കാൻ അത് ചോദ്യം ചെയ്യാനായിട്ട് അവിടെ ഹൗസിൽ ധൈര്യം കാണിച്ചു വരാൻ ഒരാളുള്ളൂ, അൻസിബയാണത്. ഹൗസിലുള്ള എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും അത് ഉള്ളിൽ ഫീൽ ചെയ്തെങ്കിലും അത് പുറത്ത് പറയാനായിട്ട് ആ ഒരു ചങ്കുറ്റം കാണിച്ച അൻസിബ മാത്രമേ ഉള്ളൂ. അത് അടിക്കേണ്ട സമയത്ത് അടിച്ചതുകൊണ്ട് തന്നെ നോറക്ക് ഈ വീക്ക് മൊത്തത്തിലൊരു കഷ്ടകാലം വരുന്നത്. കാരണം എവിടെ പരിപാടി വെച്ചാലും നോറക്ക് പണിയിടുന്ന ഒരു സിറ്റുവേഷനിലാണ്. അവസാനം കൺഫെഷൻ റൂമിൽ പോയി, ഹൗസിൽ ഒരാളുടെ പോയി സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ നോറ പോയിരുന്ന് സംസാരിച്ചാൽ കേൾക്കാൻ പറ്റുന്ന ആളുകൾ അതിൻ്റെ അകത്തില്ല. റസ്മിൻ ഉണ്ടായിരുന്നപ്പോൾ റസ്മിനെ വിളിച്ചിരുത്തി സംസാരിക്കരുത്. പിന്നെ കക്കൂസിലെ പോയിട്ട് ക്യാമറയിൽ പറയുന്നത് അതും ആളുകൾ കളിയാക്കി തുടങ്ങി. പിന്നെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഈ പുല്ല് പറിച്ചുകൊണ്ടുള്ള കഥ പറച്ചിലാണ്. എവിടെയെങ്കിലും ഫ്ലോറിൽ പോയിരുന്ന് പുല്ലൊക്കെ പറിച്ചുകൊണ്ടിരുന്നുള്ള കഥ പറച്ചിലാണ്. അതും ക്യാമറ ഫോക്കസ് കിട്ടുന്നില്ലെന്നാണ് സിറ്റുവേഷൻ ആയതുകൊണ്ട് മൊത്തത്തിൽ നോറക്ക് പണിവാളിരിക്കുകയായിരുന്നു. അങ്ങനെ കൺഫെഷൻ റൂമിൽ പോയിട്ട് കൺഫെഷൻ റൂമിലിരുന്ന് പറയാമെന്ന് വെച്ചപ്പോൾ അവിടെയും പണിവാളി. അപ്പോൾ നോറ മൊത്തത്തിൽ പണിവാളിരിക്കണതുകൊണ്ട് നോറക്ക് കംപ്ലീറ്റ് ആളുകളോടുള്ള ദേഷ്യവും മാറി. ഇപ്പോൾ അൻസിബയാണ് ഏറ്റവും വലിയ ശത്രു. നോറയുടെ ഗ്രഡ്ജ് വിസിബിളാണ്. നോറക്ക് ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നോറ കിട്ടുന്ന അവസരം മുഴുവൻ, അത് അയാളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അവസരം ആയിക്കോളൂ, അത് മുഴുവൻ ടാർഗറ്റ് ചെയ്ത് ആ ദേഷ്യമുള്ള ഒരാളായിട്ട് മേലോട്ടിടും. പിന്നെ നോറ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു. ജാസ്മിനെ വന്ന മാറ്റവും ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആയിട്ട് ഇറങ്ങിയതും ജാസ്മിനിലെ ഗുഡ് ക്വാളിറ്റീസ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഒരുപാട് നാൾക്ക് മുന്നേ പ്രൊഡിക്റ്റ് ചെയ്തൊരു കാര്യമാണ്. കാരണം ഇവരെല്ലാവരും കൂടി ഒരു ഗ്യാങ് ആയിട്ട് അതിൻ്റെ അകത്ത് വന്നു. അവരതിൻ്റെ അകത്ത് ഒരുപാട് ഗെയിമുകൾ ഇറക്കും. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ
ഇവരെ എതിർത്ത് നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതായത് ആജന്മ ശത്രുക്കളായ ജാസ്മിനും നോറയും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പല സിറ്റുവേഷനായി ഇപ്പോൾ നോറ ജാസ്മിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ജാസ്മിൻ അത് വിസിബിളായിട്ട് കാണിക്കുന്നില്ല. നോറയോടുള്ള സപ്പോർട്ട് വിസിബിളായിട്ട് കാണിക്കുന്നില്ലെങ്കിലും അത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു തെളിവുകളാണ് ഇന്നത്തെ നോറയുടെ പ്രസംഗം, ജാസ്മിനെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള പ്രസംഗവും കാര്യങ്ങളും. പിന്നെ ജിൻഡോയുടെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ജിൻഡോ ഈ വീക്ക് കുറച്ച് ദിവസമായിട്ട് ടയേർഡായിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ജിൻഡോക്ക് മുട്ടുകാല് വേദന, ജിൻഡോ സ്ക്രീനിൽ കാണുന്നില്ല, ജിൻഡോ കളിക്കുന്നില്ല എന്നൊക്കെ ഒരു ഫീലിംഗ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വല്ല മരുന്നും കൊടുത്ത് അങ്ങനെ ടയേർഡാക്കിയതാണോ എന്നൊരു ഡൗട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബിഗ് ബോസ് ആണ്, അതിൻ്റെ അകത്ത് നടന്ന കാര്യം നമുക്കറിയാം, ആർക്കൊക്കെ എന്തൊക്കെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ടാണോ പുള്ളി ഇത്രയ്ക്ക് ഡൗൺ ആയിട്ടിരിക്കുന്നത്? കാരണം പുള്ളി ഭയങ്കര ഡൗൺ ആണ്. പുള്ളി ഒരു നടക്കുന്ന വിഷ്വലൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഒട്ടും പറ്റുള്ള പുള്ളിക്ക് വയ്യാണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഡൗട്ട് പറഞ്ഞായിരുന്നു, പുള്ളിക്ക് ഇനി വല്ല മരുന്നും കൊടുത്ത് പുള്ളി അങ്ങനെ ആക്കിയതാണോ എന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ അത്ഭുതകരമായിട്ട് ഇന്നേ വരെ ലാലട്ടൻ ചെയ്യാത്തൊരു പരിപാടി, മെഡിക്കൽ റൂമിൽ പോയിട്ടും അവർ കൊടുക്കുന്ന മരുന്ന് എന്തുകൊണ്ട് ജിൻഡോ കഴിക്കുന്നില്ല എന്നൊരു ചോദ്യം. ഇന്നേ ഒരു കണ്ടസ്റ്റൻറ്റ് മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയെന്ന് ലാലേട്ടൻ വന്ന് ചോദിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇത് മെഡിക്കൽ റൂമിൽ നിന്ന് അവർ കൊടുത്ത മരുന്നാണ്. ജിൻഡോ പറഞ്ഞു ജിൻഡോ ആവശ്യപ്പെടുന്ന മരുന്നുകൾ തന്നാൽ മാത്രമേ കഴിക്കുള്ളൂ, അല്ലാണ്ട് വേറെ മരുന്നുകളൊന്നും ജിൻഡോ കഴിക്കില്ല എന്ന് ജിൻഡോ അവിടെ പറഞ്ഞു. നമ്മൾ മനസ്സിൽ ചിന്തിക്കണം അയാൾ മാനത്ത് കാണണ്ടെന്നുള്ളതാണ് ശരി. അവിടെ അവർ കൊടുത്ത ഒരു മരുന്നും ജിൻഡോ കഴിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ലാലേട്ടൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. അങ്ങനെ ലാലേട്ടൻ്റെ ഉപദേശം അവർ തരുന്ന ഗുളികൾക്ക് കഴിക്കട്ടോ എന്ന്. എന്താവും ജിൻഡോൻ്റെ അവസ്ഥ എന്താവും എന്ന് നമ്മൾ കണ്ടറിയണം. കാരണം ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്ന പോലെയൊക്കെ ഏകദേശം അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമാണ്, അവർ തരുന്ന മരുന്ന് കഴിക്കണോട്ടോ എന്ന്. അത് എന്തായാലും. പിന്നെ ഇപ്പം അതുപോലെ വീക്കെൻഡ് എപ്പിസോഡിൽ വളരെ ചുരുങ്ങിയ ആളുകൾ, നോറ, ജാസ്മിൻ, ജിൻഡോ, അൻസുബ, അങ്ങനെ വളരെ ചുരുങ്ങിയ ആളുകളുടെ ബേസിൽ എപ്പിസോഡ് അങ്ങ് അവസാനിച്ച് പോയി. ബാക്കി ഒരുപാട് പേര് അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഒന്ന് ഒരു സ്പേസ് ഇല്ല എന്ന് തന്നെ പറയണം. അത് സ്പേസ് കൊടുക്കാത്തതാണോ അവരായിട്ട് ഉണ്ടാക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടസ്റ്റൻറ്റുകളൊക്കെ അത്രയ്ക്ക് വീക്കാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അവർക്ക് അവരുടേതായ ഒപ്പീനിയനുകൾ പറഞ്ഞ് ഒരു സ്പേസ്, അവർക്ക് വേണ്ടി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുത്ത്, അതായത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് മാറാൻ ഒരാൾക്ക് അതിൻ്റെ അത് പറ്റുന്നില്ല. ഈ ജിൻഡോ, ജാസ്മിൻ, നോറ ഇവരല്ലാണ്ട് ഒരു എപ്പിസോഡിലും ഇപ്പം ജിൻഡോക്ക് സ്പേസ് കിട്ടുക എന്നുള്ള ജിൻഡോൻ്റെ ഒടുക്കത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. കാരണം പുള്ളി അത്രയും കിടന്ന് ശ്രമിച്ചിട്ടാണ് പുള്ളിക്ക് ഇത്രയെങ്കിലും സ്പേസ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. കാരണം ഒരു കാര്യത്തിൽ സംസാരിക്കാനുള്ള അവസരം പോലും ലാലേട്ടൻ കൊടുക്കാറില്ല. അതിന് ആ ഒരു ടൈം പോലും നോറക്കും ജാസ്മിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കഷ്ടപ്പെട്ട് പുള്ളിക്ക് വേണ്ട ഒരു സ്പേസ് പുള്ളി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം പോയാലും ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ ഒരാൾ അതിനുവേണ്ടി ശ്രമിക്കുന്ന പോലുമില്ല. അവർക്ക് ആർക്കും ഒന്നും വേണ്ട, അവർക്ക് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞിരിക്കണം. അവരെല്ലാവരും വളരെ സേഫ് ഗെയിമേഴ്സിൻ്റെ പീക്കാണ് ഈ സീസണിൽ എല്ലാവരും. ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ആ ആഴ്ചത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല, അവരുടെ അഭിപ്രായങ്ങൾ പറയാനില്ല, ഒന്നുമില്ല. അവരെല്ലാവരും ഒരു മൂലക്ക്. ഇപ്പോൾ സായി ആയാലും അർജുനായാലും ലാലേട്ടൻ വിളിച്ച് എന്തെങ്കിലും പറയും എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവരൊക്കെ പറയുന്നുള്ളൂ. ഇന്ന് ഋഷിയുടെ തന്നെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എടുത്താൽ മതി. ഋഷിയോട് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളെ പറയുമെന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തപ്പോൾ അവിടെ പോലും വളരെ എന്താ പറയുക, ഒരു ഇതില്ലാണ്ട്, ഒരു എനർജി ഇല്ലാണ്ട് ആരും ഇല്ല. ലാലേട്ടൻ എല്ലാവരും ഫ്രണ്ട്ഷിപ്പാണ്, എല്ലാവരും നല്ലതാണ്, ഭയങ്കര സിമ്പിളായിട്ട് അവിടെ നിൽക്കുന്നത്. ലാലേട്ടൻ അവസാനം ഭ്രാന്തി വേറെ ആർക്കെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞ് അവിടെ പോയിരിക്കുന്നുള്ള രീതി പറഞ്ഞ്. അപ്പോഴാണ് ജാസ്മിൻ വന്ന് ജാസ്മിൻ ആ സ്പേസ് കറക്റ്റായിട്ട് യൂസ് ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്, ഒരുപാട് പേര് അതിൻ്റെ അകത്ത് വെറുതെ പഴം പൊഴിയിരിക്കുകയാണ്. ഇവരൊക്കെ എടുത്ത് കളയണമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീക്കെൻഡിലെ എവിക്ഷൻ, അതായത് ഇപ്പോൾ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ 2 തവണ എവിക്ഷൻ വെച്ച് 3 പേര് പോയിട്ടുണ്ട്. ഇപ്പോൾ അതായത് മിഡ് വീക്കിലും ഇപ്പോൾ ഈ വീക്കിലും ഇനി നാളത്തെ ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഒരേ ലിസ്റ്റിലെ ആളുകളാണ്. ഒരു നോമിനേഷനിൽ വന്ന ആളുകൾ തന്നെയാണ് പിന്നെയും ഇതുപോലെ എലിമിനേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ ഇതിൽ 3 പേര് പോയി എന്നുള്ളതാണ്. അവിടെ നോറയെ പോലുള്ളവരൊക്കെ സേഫായിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. അവർ നോമിനേഷനിൽ പോലും ഇല്ല. ഈ പറഞ്ഞ നോറ നോമിനേഷനിൽ ഏറ്റവും അവസാനം വന്നത്, അതായത് വോട്ടിങ്ങിൽ ഏറ്റവും താഴത്താണ് നോറ എവിക്റ്റ് ആയി എന്നുള്ള ന്യൂസ് പുറത്ത് വന്ന സിറ്റുവേഷനിൽ പോലും എവിക്ഷൻ ക്യാൻസൽ ചെയ്ത് നോറ സേവ് ആക്കിയിട്ടുണ്ട്. ആ നോറ എവിക്ഷനിൽ ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ കണ്ടിന്യൂസ്ലി 3 പേര് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് വേണ്ട ആളുകളൊക്കെ അതിനകത്ത് സേഫായിട്ടിരിക്കുന്നു. അത്യാവശ്യം കളിക്കുന്ന ആളുകളൊക്കെ ഇതുപോലെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അപ്സരയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അപ്സര ആ പവർ റൂമിൽ കയറി നെഗറ്റീവ് ആയില്ലായിരുന്നെങ്കിൽ അപ്സര നല്ലൊരു 1.5 എൻ്റർടൈനറാണ്. അപ്സര അത്യാവശ്യം വോട്ട് കിട്ടി ഒരു ടോപ്പ് 10 വരെ എത്തേണ്ട ഒരാൾ തന്നെയായിരുന്നു. അത്യാവശ്യം നെഗറ്റീവായി ആ ഒരു പവർ റൂമിൽ കയറിയതോടുകൂടി അപ്സരയ്ക്ക് നല്ല നെഗറ്റീവായിട്ടുണ്ട്. പിന്നെ പറയുന്ന നിലപാടുകളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്ന ആൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അപ്സര നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു. ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അത് എത്ര നല്ല രീതിയിൽ ഫണ്ണാക്കി എടുക്കാന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുന്നൊരു വളരെ ചുരുങ്ങിയ കണ്ടസ്റ്റൻറ്റുകളുള്ള ഒരാളായിരുന്നു അപ്സര.
അപ്സരയുടെ ചില നേരത്തെ കോമഡികളും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലതായിരുന്നു. ഒരു ലൈവൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഒരു അത്യാവശ്യം നല്ല കണ്ടന്റുകളൊക്കെ കൊടുക്കുന്ന ഒരാൾ തന്നെയായിരുന്നു അപ്സര. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള വളരെ കുറച്ച് ആളുകൾ എപ്പോഴും അതിൻ്റെ അകത്ത് സേഫ് ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിൽ ഭാഗ്യം കൊണ്ടാണ് തോന്നുന്നു നന്ദനയും സേഫ് ആയിട്ടിരിക്കുന്നു. നന്ദനയൊക്കെ വിഷയം ഉണ്ടായിരുന്നെങ്കിൽ എന്നേ പോയേനെ, നന്ദനയൊക്കെ കഴിഞ്ഞ് വിൽക്കാനേ പോയേനെ. അപ്പോൾ അവരൊക്കെ സേഫ് ആയിട്ട് അതിൻ്റെ അകത്തിരിക്കുന്നു. കളിക്കുന്ന ആളുകളൊക്കെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. അൻസിബ നോറ തമ്മിലുള്ള ഒരു ഫൈറ്റിൽ ഇന്ന് നോറ അൻസിബയ്ക്കെതിരെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അൻസിബയ്ക്കെതിരെ അല്ല, നോറയെ വെള്ളപൂശി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. ഞാനിവിടെ എൻ്റെ കഴിവുകൾ ഷോക്കേസ് ചെയ്യാൻ വന്നതാണ്, ഞാൻ ടാലൻറ്റഡ് ആണ്, സ്വയം പറയുന്നത് ഞാൻ ടാലൻറ്റഡ് ആണ്. ഓക്കെ, അതൊക്കെ നല്ലതാണ്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ്, ഞാൻ ടാലൻറ്റഡ് ആണ്, ഞാനിവിടെ എൻ്റെ കഴിവുകൾ കാണിക്കാനാണ് വന്നത്. നോറ ഇത്രയും ദിവസം അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് നമുക്ക് കാണിച്ചു തന്ന കഴിവുകൾ എന്തൊക്കെയാണ്? കക്കൂസിലിരുന്ന് ക്യാമറ നോക്കിയിരുന്ന് കരയണതാണ്. അല്ലാണ്ട് ഈ കലവില എന്ന് പറഞ്ഞു കിടന്ന് വോയിസ് റേസ് ചെയ്ത് ആവശ്യമില്ലാത്ത കേസിൽ പോയി പിടിക്കുന്നതാണ്. മനസ്സിലായിട്ടില്ല. ഇത്രയും ദിവസം നോറ അതിൻ്റെ അകത്ത് നിന്നതിൽ നോറ കരയണതല്ലാണ്ട് എനിക്ക് എടുത്ത് പറയാനായിട്ട് വേറെ ഒരു കണ്ടന്റ് ഒരിക്കില്ല. നോറ അന്ന് മുതൽ ഇന്ന് വരെ കരച്ചിൽ കൊണ്ട് മാത്രം നിന്നിട്ടുള്ള ഒരാളാണ്. കാരണം ഒരു ക്യാമറ നോക്കി ഒരു കണ്ടസ്റ്റന്റ് നിന്ന് കരഞ്ഞൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും ഔട്ട് വരുമെന്ന് നോറക്കറിയാം. അതുതന്നെയാണ് പുള്ളിക്കാരെ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. സ്വന്തം വീട്ടുകാർ വന്നപ്പോൾ പോലും മോശമാക്കി വിട്ട ആളാണ് നോറ. അതായത് നോറ അവിടെ വന്നിരിക്കുന്നത് ഞാൻ ഒറ്റക്ക് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്ന ഒരാളാണ് എന്നുള്ളൊരു ലെവലിൽ വന്നതുകൊണ്ട് വീട്ടുകാർ വന്ന് സപ്പോർട്ടായപ്പോൾ ദൈവമേ ഞാൻ അതിൻ്റെ പേരിൽ എനിക്ക് വോട്ട് കുറയൊന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു നോറ അവരെയും തള്ളി പറഞ്ഞത്. അപ്പം ഇതാണ് നോറയുടെ ടാലൻറ്റ് എന്നാണ് നോറ പറയുന്നത്. നോറയുടെ ടാലൻറ്റ് ഞാൻ ഇതുവരെ കണ്ടതിൽ എനിക്ക് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നോറയുടെ കരച്ചിലല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അതൊക്കെ അൻസിബയ്ക്കെതിരെ പറയാം. അൻസിബയ്ക്ക് മൊത്തം പുച്ഛമുണ്ട്. പിന്നെ അൻസിബയ്ക്ക് എന്ത് പറഞ്ഞാലും പുച്ഛം മാത്രം. ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. അൻസിബയുടെ വാർഡ് നോക്കിപ്പോ ആ ഒരു കാര്യത്തിലൊക്കെ അൻസിബയെ സപ്പോർട്ട് ചെയ്യണം. കാരണം അൻസിബ ഡോണ്ട് കെയർ എന്നുള്ള മൈൻഡിലാണ് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ഇരിക്കേണ്ട ഒരാളല്ല. കാര്യം ശരിയാണ്. അൻസിബ പറയണ നമുക്ക് ചില നേരത്തെ അൻസിബയുടെ ഒരാവശ്യം നമുക്ക് ഹൗസിൽ വരാറുണ്ട്. കാരണം നമ്മൾ ചിന്തിക്കാറുണ്ട് ഇവർക്കെതിരെ ഇപ്പോൾ ആരെങ്കിലും ഒന്ന് 2 ഡയലോഗ് അടിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് ചിന്തിക്കണം മൊമെൻറ്റിലായിക്കുള്ള അവിടെ അൻസിബ വന്നിട്ട് കാര്യം ഡീൽ ചെയ്തിട്ട് പോണത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അൻസിബ നല്ലതാണ്. പക്ഷേ ഒരു ഗെയിമർ എന്ന രീതിയിൽ അൻസിബ വീക്കാണ്. അൻസിബ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ പുറത്തുനിന്ന് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് വന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അതിലെല്ലാവരും ഇപ്പോൾ കൊഴിഞ്ഞു പോയി. ഇപ്പോൾ ബാക്കി നോറയും ജാസ്മിനും മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ഇവരുടെ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ബന്ധം അറിയാനാണെങ്കിൽ ഇവർ രണ്ടുപേരും കോമൺ എനിമി ജിൻഡോ ആണ് ഇപ്പോഴും. സത്യം പറഞ്ഞാൽ ജിൻഡോ ഇവരോട് ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ പോകുന്നില്ല. നോറയ്ക്കെതിരെ ഒരു പ്രശ്നത്തിൽ പോകുന്നില്ല, ജാസ്മിനെതിരെ ഒരു പ്രശ്നത്തിൽ പോകുന്നില്ല. ജാസ്മിനെതിരെ എതിരെന്നല്ല, ജാസ്മിനോട് വളരെ നന്നായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ രാത്രി ലൈവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്ന ജിൻഡോയുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്ന ജാസ്മിനെ നമ്മൾ കാണുന്നത്. അപ്പോഴും ജിൻഡോ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ജിൻഡോ അവർക്കെതിരെ ഒരു ഗെയിം ഇറക്കുന്നില്ല. ജിൻഡോ എഴുതി തള്ളി എന്നുള്ള രീതിയിലാണ്. ജിൻഡോ അവരെ വിട്ടു, ആ കേസ് വിട്ടു, അവരോട് മൈൻഡ് ചെയ്യാനുള്ള എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് ജിൻഡോ. എന്നിട്ടും ഇവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ജിൻഡോ ചേട്ടൻ അത് ചെയ്തില്ലേ, ജിൻഡോ കാക്കി ഇത് ചെയ്തില്ലേ, ജിൻഡോയെ കുറ്റം പറയാൻ വേണ്ടി അങ്ങ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലായി ഇവർ തമ്മിലുള്ള നെറ്റ്വർക്ക്. അതായത് പുറത്തുനിന്ന് ഒരു പ്ലാൻ ചെയ്ത് വന്നേക്കണ അകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ ഹൗസിലുള്ള എല്ലാവരും പ്രൊഡിക്ഷനിൽ കറക്റ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോയെ അവരെല്ലാവരും കൂടി ടോപ്പ് 5 വെച്ചിട്ടുണ്ട്. അത് അവർ ചെയ്ത ഒരു കാര്യം, അവർ കണ്ടുപിടിച്ചൊരു കാര്യം. പക്ഷേ അത് ജിൻഡോയുടെ കഴിവാണ്. കാരണം പുള്ളി ടോപ്പ് 5 കയറാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പുള്ളി അതിൻ്റെ അകത്ത് പ്രൂവ് ചെയ്ത് കാണിച്ചതാണ്. ബാക്കി ഒരാൾക്കും അതുപോലെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇതുവരെ നമുക്കൊരു ടോപ്പ് 5 ലിസ്റ്റ് നമുക്ക് ഈ സീസൺ 6 പറയാൻ പറ്റില്ല. കാരണം ഒരാളും എല്ലാവരും വാഴകളാണെന്ന് തന്നെ പറയണം. അതിൽ ജിൻഡോക്ക് എതിരെ നിന്ന് കളിക്കാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളില്ല. ജിൻഡോയെ മണ്ടനാണ്, ഉറങ്ങുന്ന ആളാണെന്നൊക്കെ പറയുമെങ്കിലും ജിൻഡോ അതിൻ്റെ അകത്ത് ഇടുന്ന പോലത്തെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഇറക്കാൻ പറ്റിയ ഒരാൾ അതിൻ്റെ അകത്തില്ല. ജിൻഡോയെക്കാളും ഒരുപാട് ഒച്ചത്തിൽ സൗണ്ടിലൊക്കെ സംസാരിക്കാനും ഇതിനൊക്കെ പറ്റുന്ന ആളുകൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ പോയിന്റ് ഇറക്കുന്ന കാര്യത്തിൽ അതായത് ഡേ 1 മുതൽ ഡേ ഇപ്പോൾ 76, 77 അതുവരെയുള്ള കാര്യങ്ങളിലുള്ള പോയിന്റുകൾ കറക്റ്റ് ടൈമിൽ ഇറക്കാനായിട്ടുള്ള കപ്പാസിറ്റി ജിൻഡോക്ക് ഉണ്ട്. ആ ഒരു കാര്യത്തിൽ ജിൻഡോടൊപ്പം പിടിച്ചിരുന്ന ഒരാൾക്കും പറ്റില്ല. അപ്പോൾ ജിൻഡോ വീക്കായി എന്ന് നമ്മൾ പറയുമെങ്കിലും ജിൻഡോ സമയത്ത് ജിൻഡോ കയറി വരും. അത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട് ജാസ്മിനെതിരെ കാണിച്ചൊരു സംഭവം ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യാൻ നിർത്തും. അപ്പോൾ ജിൻഡോ സോറി ലാലേട്ടാ ജിൻഡോ വളരെ കൂളായിട്ട് ഇറക്കി. എന്നിട്ട് ജിൻഡോ പറഞ്ഞതാണ്, അതിന് മറുപടി പറഞ്ഞത് ജയിലിൽ വെച്ച് ജാസ്മിൻ ജയിലിൽ കിടന്ന ടൈമിൽ ജിൻഡോയെ വിളിച്ച തെറികളും കാര്യങ്ങളും എല്ലാം ആണ് ജിൻഡോ ഇന്ന് എടുത്തിട്ടത്. കാരണം അന്നത്തെ ദിവസം അത് വെറുതെ
ഒരു ലാഘവത്തോടെ ലാലേട്ടൻ ഡീൽ ചെയ്ത് വിട്ട കാര്യമാണ്. അപ്പം ഇന്ന് ലാലേട്ടൻ അത് ജിൻഡോക്കെതിരെ ജാസ്മിനോട് അതായത് ജാസ്മിനോട് ജിൻഡോ കാണിച്ചത് വലിയ ഇഷ്യൂ ആക്കിയ സിറ്റുവേഷനിൽ അത് കറക്റ്റായിട്ട് എടുത്തിട്ട് ലാലേട്ടൻ വരെ ഉത്തരം മുട്ടിപ്പോയി എന്ന് പറയണം. കാരണം ജിൻഡോ അത്രയും വലിയ തെറികളും കാര്യങ്ങളെല്ലാം ജാസ്മിനിൽ നിന്ന് കിട്ടിയ സിറ്റുവേഷനിൽ ലാലേട്ടൻ വന്നത് ചിരിച്ച് കളിച്ചെന്താ മോളെ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് പറഞ്ഞ് ജാസ്മിൻ മോളെ ഒന്ന് തലോടിയൊക്കെ വിട്ട് പൊക്കോട്ടെ അങ്ങനെ ഒന്നും ചെയ്തിട്ടാ എന്ന് പറഞ്ഞ് ഭയങ്കര കൊഞ്ചിച്ച് ലാളിച്ച് പറഞ്ഞൊരു കാര്യം ഇന്ന് എന്തോ ചെറിയൊരു ആക്ഷൻ, അതായത് ഒരു ഊതി കളയുന്ന സിറ്റുവേഷൻ പോലെ ഇങ്ങനെ കാണിച്ചതിന് ലാലേട്ടൻ ജിൻഡോക്കെതിരെ വലിയ കുറ്റാരോപണം നിർത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജിൻഡോ നൈസായിട്ട് കയറുന്നത് അന്ന് നമ്മളെ ജയിലിൽ കിടന്നത് എന്നെ കുറച്ച് തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ലാലേട്ടൻ ഓക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പണി പാടും. ലാലേട്ടൻ്റെ മറ്റേ ഹെഡ്സെറ്റിൽ ക്രൂ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ലാലേട്ടൻ കയ്യിൽ നിന്ന് പോയി ജിൻഡോ സ്കോർ ചെയ്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത്. കാരണം ഇനി അതിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ പണി പാടുമെന്ന് മനസ്സിലായി. അതാണ് ജിൻഡോ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾക്ക് വിചാരിക്കുമോ ഇയാളെന്താണ് ഇയാളൊരു പൊട്ടനാണെന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ അകത്ത് പുള്ളിയുടെ അത്രയും ബുദ്ധി മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരാൾ വേറെ ഇല്ല എന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ജിൻഡോ ഇഷ്ടം. ഞാൻ ഓപ്പണായിട്ട് ഒരു റിവ്യൂ ചാനലിലും പറയാറില്ല ഒരു കണ്ടസ്റ്റൻറ്റിന് ഇഷ്ടമാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ ഓപ്പണായിട്ട് പറയാം എനിക്കിഷ്ടം ജിൻഡോയാണ്. എനിക്കിഷ്ടമുള്ള ഒരുപാട് പേര് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും ദിവസം എത്തി നിൽക്കുമ്പോഴും ആ ഇഷ്ടം മാറാണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളൊരു കാര്യം ജിൻഡോ മാത്രമേ ഉള്ളൂ. വേറെ ആളോടുള്ളത് പലരോടും എനിക്ക് ഇതുപോലെ ഇയാൾ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ ലേഡി അടിപൊളിയായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഓരോ ഗെയിം കഴിയുമ്പോഴും പോരാ എന്ന് തോന്നിയെങ്കിലും അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഒരേപോലെ പറയാൻ പറ്റുന്ന ഒരാൾ ജിൻഡോ മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ കപ്പ് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ എന്നെ ഇതിൻ്റെ പേരിൽ ജിൻഡോൻ്റെ PR ഒന്നും നോക്കണ്ട. എന്തായാലും നാളത്തെ എപ്പിസോഡും കൂടി കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതുവരെ ബൈ.